ജയരാജനും ജയരാജന്റെ കെട്ടിയോൾക്കും മാത്രമേ ആനന്ദമുണ്ടായിട്ടുള്ളൂ. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നിന്നോട് വെറുപ്പാണ് ഉണ്ടായിട്ടുള്ളത്. നീ എന്താ വിചാരിച്ചത്? ഈ കാക്കി കുപ്പായത്തിൽ ഇരുന്നു കൊണ്ട് എന്ത് തമ്മാടിത്തവും കാണിക്കാന്ന സദാനന്ദ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അറിഞ്ഞൂടാ. നമ്മള് ഒന്നിച്ച് പഠിച്ചതാണ്, ഒന്നിച്ച് കളിച്ചതാണ്. സദാനന്ദന്റെ ഈ കേരളത്തിലെ പൊന്ന് കള്ളക്കടത്ത് പുറത്തു വന്നതിനെ കുറിച്ച് കൃത്യമായി അന്വേഷിച്ചാൽ ഈ സദാനന്ദനും ആ കേസ് കുടുങ്ങും. നിങ്ങൾ അറിയുമോ? കേരളത്തിൽ ഈ പൊന്നു മാഫിയ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാന്നറിയോ? ഫായിസ്, സഖാവ് ഫായിസ്. ആ സഖാവ് ഫായിസിന്റെ സ്വന്തം ചങ്ങാതിയാണ്. അങ്ങ് ദുബായിൽ ഫായിസിന്റെ ചെലവ് പോയതും ഫായിസിന്റെ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചതുമൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. നീ ഈ ബൂട്ട്സ് ഇട്ട കാല് കൊണ്ട് നിഷാന്തിന്റെ നെഞ്ചത്ത് ചവിട്ടിയത് ജയരാജനെ മാത്രമല്ല, ജയരാജന്റെ കെട്ടിയോനെ മാത്രമല്ല, ഈ നാട്ടിലെ പൊന്ന് കള്ളക്കടത്തുകാരൻ മുഴുവൻ ആനന്ദിപ്പിക്കാൻ ചെയ്തതാണ് എന്ന് ഞങ്ങൾക്കറിയാം. മറ്റൊന്നും ഞങ്ങൾ പറയുന്നില്ല. ശക്തമായ പ്രതിഷേധം, ഈ നാടിന്റെ വികാരം സദാനന്ദനെതിരായി ഉയരും. ഈ നാട്ടിലെ പോലീസുകാർക്കിടയിൽ നിന്ന് പോലും ഈ ധിക്കാരിയായ പോലീസ് ഓഫീസറുടെ ഈ താണ സംസ്കാരത്തിന് ഉയരും എന്ന് ഞാൻ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. സദാനന്ദന് ഇപ്പൊ വലിയ സങ്കടം ഉണ്ടാവും. കാരണം ജയരാജന്റെയും പിണറായിയുടെയും സീമന്തപുത്രൻ ജലീൽ സഖാവ് ഇപ്പോൾ NIA കസ്റ്റഡിയിലാണ്. സദാനന്ദന് ബേജാറാകുന്നുണ്ടാവും. സദാനന്ദ, പൊന്ന് കള്ളക്കടത്ത് കേസിൽ ഖുർആന്റെ ഉള്ളിൽ പൊന്നു കൊണ്ടതിന്റെ പേരിലല്ല ജലീൽ കുടുങ്ങാൻ പോകുന്നത്. ജലീൽ കുടുങ്ങാൻ പോകുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ഈ പൊന്നുപോലത്തെ മതേതര കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിന് വിത്ത് പാകിയത് ഈ ജലീൽ എന്ന് പറയുന്ന രാജ്യദ്രോഹിയാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് ഈ കണ്ണൂരിന്റെ ചുമരുകളിൽ 80കളുടെ ആദ്യത്തിൽ എഴുതി വെച്ചത് ജലീലാണ്. നമ്മുടെ അബ്ദുൽ നാസർ മദനിയൊക്കെ ഇസ്ലാമിക തീവ്രവാദത്തിന് ട്യൂഷൻ ക്ലാസ് എടുത്തത് ഈ ജലീലാണ്. ജലീൽ മൗദൂദിവാദിയായിരുന്നു. നിങ്ങൾ പറയുന്നത് പോലെ മാർക്സിസ്റ്റ് വാദിയല്ല. ജലീലിന്റെ ഉള്ളിൽ മൗദൂദിവാദമാണ്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ സിമി എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടിലെ മുസ്ലിം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ ഇസ്ലാമിക തീവ്രവാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഈ പഹേനാണ്. അതുകൊണ്ട് ജലീൽ കുടുങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദത്തിന് അടിത്തറയിട്ട കേസിലായിരിക്കുമെന്ന് കൂടി സദാനന്ദനെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഈ കേരളത്തിൽ എല്ലാ കള്ളക്കടത്ത് കേസിന്റെയും കേന്ദ്രമായി, എല്ലാ മയക്കുമരുന്ന് കേസിന്റെയും കേന്ദ്രമായി പിണറായിയുടെ ഭരണം മാറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം പോലീസുകാരും ജനങ്ങളും അതിനെതിരെ അമർഷത്തിലാണ്. അപ്പോൾ യുവമോർച്ചയും BJPയും ഇവിടെ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായി മാറിയിരിക്കുന്നു. ആ പ്രതിപക്ഷ പോരാട്ടത്തെ ബൂട്ട്സ് കൊണ്ട് ചവിട്ടി, നെഞ്ചത്ത് ചവിട്ടി, അരക്ക് ചവിട്ടി അങ്ങ് തകർത്ത് കളയാമെന്നുള്ളത് വെറും വ്യാമോഹമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള പ്രസ്ഥാനമായി BJPയും സംഘപരിവാർ കുടുംബങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തുവിട്ടു. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ പിന്തുണയുള്ളത് BJP പ്രസ്ഥാനങ്ങൾക്കാണ്. 6.5 ലക്ഷം ഫോളോവേഴ്സും ലൈക്കും ഉള്ളപ്പോൾ പിണറായി വിജയന് 4.5 ലക്ഷം, നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഞൊണ്ണ പ്രതിപക്ഷത്തിന് 2.5 ലക്ഷം. എന്നാൽ നിങ്ങൾ അറിയുമോ, BJPയുടെ ജനപിന്തുണ ആത്മാർത്ഥതയുള്ള പിന്തുണയാണ്. വളരെ സത്യസന്ധമായ പിന്തുണയാണ്, കൃത്രിമമല്ല. കഴിഞ്ഞ ആഗസ്റ്റ് 15-ന് ഈ സദാനന്ദന്റെ നേതാവ്, പ്രിയ നേതാവ് പിണറായി വിജയൻ ആഗസ്റ്റ് 15-ന് പ്രസംഗം നടത്തി. അപ്പൊ DYFIന്റെ വക ഒരു സർക്കുലർ എല്ലാ യൂണിറ്റ് കമ്മിറ്റിക്കും, എല്ലാരും 100 കോട്ട, 100 ലൈക്ക്, ലൈക്കിന് കോട്ട, 100 ഷെയറിന് കോട്ട. അങ്ങനെ ഷെയറിനും ലൈക്കിനും കോട്ട കൊടുത്തിട്ടാണ് സദാനന്ദ നിന്റെ നേതാവ് പിണറായിക്ക് ഈ കിട്ടിയ ലൈക്കന്നെ എന്ന് മനസ്സിലാക്കണം. അത് കൃത്രിമമായ പിന്തുണമാണ്, ആത്മാർത്ഥമായ പിന്തുണ ഇവർക്കില്ല. ഈ യുവമോർച്ചയുടെ പോരാളികൾ നടത്തിയിട്ടുള്ള ഈ ഉജ്ജ്വല സമരം, യുവാക്കളെ നിങ്ങൾ പേടിക്കണ്ട.
ബൂട്ട്സ് ഇട്ട് ചവിട്ടിയ ഈ സദാനന്ദനെ കൊണ്ട് ഈ യുവമോർച്ച കുട്ടികളുടെ മുമ്പിൽ സല്യൂട്ട് ചെയ്യിക്കുന്ന ഒരു രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ വിദൂരമല്ല എന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. കേരള രാഷ്ട്രീയം മാറും. ത്രിപുര മാറിയിട്ടില്ലേ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വമ്പിച്ച രാഷ്ട്രീയ മാറ്റമുണ്ട്. ഈ ബൂട്ട്സ് ഇട്ട കാലുകൊണ്ട്, ഈ ബൂട്ട്സ് ഇട്ട ഈ പോലീസ് ധിക്കാരിയെ കൊണ്ട് ഈ യുവമോർച്ച പ്രവർത്തകരെ സല്യൂട്ട് ചെയ്യിപ്പിക്കുന്ന രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിലും വിദൂരമല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് യുവമോർച്ചക്കാരോട് പറയാനുള്ളത്, സദാനന്ദ ഡിവൈഎസ്പിയെ ഈ യുവമോർച്ചക്കാരെ സത്യപ്പെടുത്തി. സദാനന്ദന് ഒരു ഉപദേശം എനിക്ക് നൽകാനുണ്ട്. സദാനന്ദ, ഇനിയിപ്പോ അരുൺ പറഞ്ഞതുപോലെ നിന്റെ IPS മോഹമൊന്നും നടക്കും തോന്നില്ല. ഇത് വലിയൊരു നാഷണൽ കേസായി മാറിയിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ ഫയാസുമായിട്ടുള്ള ബന്ധവും കൂടി പുറത്തു വരികയാണെങ്കിൽ നിന്റെ ഭാവി കട്ടപ്പോവുകയാണ്. സദാനന്ദന് പറ്റിയൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ഈ ജയരാജന്മാരുടെ ഗുണ്ടാ പടക്ക് തലവനാകാൻ പറ്റിയ ആള് താനാണ്. കിർമാണിയും കൊടിസനിയും ജയിലിലായതുകൊണ്ട് ഇനി സദാനന്ദന് പറ്റ പണി ജയരാജന്മാരുടെ മാഫിയ സംഘത്തിന്റെ നേതാവാകുന്നതാണ് എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഈ നാട് ആഗ്രഹിക്കുന്ന മഹാപോരാട്ടത്തിന്റെ മുന്നിൽ പോരാളികളായ യുവമോർച്ച പ്രവർത്തകരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.